ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡായിട്ട് സ്വാഗതം. അപ്പം ഞാൻ നേരത്തെ ഇട്ട വീഡിയോ എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ലായിരുന്നു. എൻ്റെ വേൾഡിൽ ഞാൻ കുറേ മാറ്റങ്ങൾ വരുത്തി. പിന്നെ നിങ്ങൾ ഇവർക്ക് നിങ്ങൾക്ക് ഇവിടെ നെതറേറ്റ് ആർമർ കിട്ടി. ഞാൻ പറയും ഞാൻ ഓഫ് ക്യാമറ ആയിരുന്നു ഗ്രൈൻഡ് ചെയ്ത്. അത് ഞാൻ ഇത്രയും നാളും ഗ്രൈൻഡ് ചെയ്ത് ഈ എക്സാം ടൈമിന് പോലും റീച്ച് കിട്ടാൻ വേണ്ടി ഞാനായിരുന്നു ഗ്രൈൻഡ് ചെയ്ത്. എന്ത് പറയാനാ ഗൈസ്, എനിക്ക് ഭയങ്കര ഫുഡിയാണ് നിങ്ങൾക്കറിയാമല്ലോ. അയ്യോ ഞാൻ ഇതങ്ങോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ നമുക്കേക്കടേ ഒരു പാമ്പിടിച്ച് ചേർക്കുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ പോയപ്പോൾ ലേറ്ററും കൊണ്ടുവന്ന് അതുപോലെ എനിക്ക് ഒരു പുതിയൊരു ഡിക്ലറേഷൻ നടത്താനുണ്ട്. നിങ്ങളുടെ ഒരു പുതിയൊരു സംഭവം കൂടി എനിക്ക് കാണിക്കാനുണ്ട്. ഞാൻ വ്യൂ മാറ്റിയിട്ട് ഇതേ വരുന്നു. എൻ്റെ വേൾഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിരുന്ന ഒരു സാധനമായിരുന്നു ഒരു കൊച്ചു വീടും വെച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഞാനൊരു പുതിയ ഐറ്റമാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഈ കാണുന്ന വീട് ഇനി എൻ്റെ വീടല്ല. എൻ്റെ കൂടെ മൾട്ടിപ്ലെയർ കളിക്കണമെന്നുള്ളവർക്ക് ഞാൻ എൻ്റെ പേര് വേണേൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രം എൻ്റെ കൂടെ മൾട്ടിപ്ലെയർ കളിക്കാം. ഇല്ലെങ്കിൽ നീ ഇറങ്ങിപ്പോടാം, ഇത്ര ഞാൻ പറയത്തുള്ളൂ. എൻ്റെ വേൾഡിൽ കയറുന്നവനെ ഇത് കണ്ടോ, ഫയർ എസ്പെക്റ്റിൻ്റെ വാളിരിപ്പുണ്ട്, വെട്ടി തീർക്കും. പിന്നെ ഇതൊരു ഗസ്റ്റ് ഹൗസായിട്ട് ഞാനിപ്പോൾ ഡിക്ലെയർ ചെയ്യണം. അതുപോലെ ഗൈസ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ സാധനം അതെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇത് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ മാർക്കറ്റ് പ്ലേസിൽ മോർ ഫർണിച്ചർ അനദർ ഫർണിച്ചർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മോഡ് കിടപ്പുണ്ട്. അത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീ ആ ബട്ടൺ ഞെക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വേൾഡിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നല്ല കുറച്ച് ഫർണിച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ അകത്ത് പെടുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ സോഫ എനിക്കിതായിരുന്നു ഗസ് ഫേവറേറ്റ്. പിന്നെ അതുമായിരിക്കുന്ന ലാമ്പ് ഉണ്ടോ, തോന്നുന്നുണ്ട് ആറ്റത്തിരിക്കുന്ന ലാമ്പ്, അതും ഇതിൻ്റെ അകത്ത് തന്നെ വരും. ഇതിൻ്റെ ഗുണം എന്തെന്നാൽ ഇപ്പോൾ നമ്മളൊരാൾ ഗസ്റ്റ് വന്നാൽ നമുക്കിങ്ങനെ കയറിയിരിക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഈ ഒരു മോഡ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. മോഞ്ചായി ഏറ്റവും ചെയ്തേക്കുന്ന നല്ലൊരു മോഡ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വന്ന ഡിഫറൻസ് എന്തെന്നാൽ ഞാനിവിടെ ഒരു ട്രേഡിംഗ് ഹാളും സെറ്റാക്കി. അതുപോലെ ഇവിടെ എവിടെയും ട്രേഡറിനെ എനിക്ക് കൊണ്ടുവരണം ഞാൻ. പിന്നെ ഇവിടെ ഇത്രയും പേരുണ്ട്. ഒമ്മാരുടെ അടുത്തു നിന്നും ഞാൻ കുറച്ച് എൻജോയ്മെൻറ്റ് വാങ്ങിച്ച് അതുപോലെ കുറേ ദൂരം പറന്നു പോയി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ എൻജോയ്മെൻറ്റ് ഒപ്പിച്ചാണ് ഞാൻ എൻ്റെ എല്ലാം എൻജോയ് ചെയ്തേക്കണത്. അതുപോലെ ഇവിടെ ഞാനൊരു സോഫയും ഈ ഒരു ലാമ്പ്, ഈ ഒരു ഷെൽഫ്, ഇതെല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നതാണ്. ഇതിവിടെ ഇരിക്കണം. ഈ ഒരു ലാമ്പും എല്ലാം ഞാൻ ക്രാഫ്റ്റ് ചെയ്തതാണ്. ഇതെന്തോരം പാടുപെട്ടെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ അൻവിലുണ്ടാക്കാനും എൻ്റെ കയ്യിൽ കുറേ ആവശ്യം വന്നായിരുന്നു. ഞാനതെല്ലാം എടുത്ത് പിന്നെ ഇവിടെ നോക്കിയാൽ താത്തോട്ട് വേണം തട്ടിപ്പോവും. അത് വേണ്ട, അയ്യോ എന്ന് പറഞ്ഞ് തട്ടിപ്പോയി എനിക്ക് താല്പര്യമില്ല. ഇനി നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമുക്ക് മെയിനായിട്ടൊന്നും ചെയ്യാനില്ലെന്ന് ആരും കരുതണ്ട. ഞാൻ ഒരു സാധനം ചെയ്യാൻ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ആ ഒരു സാധനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ്വാക്കണ്ണ വില്ലേജ് ഉണ്ട്. ദ്വാക്കണ്ണ ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലായിട്ട് ഞാനൊരു വില്ലേജ് സെറ്റാക്കുന്നതായിരിക്കും. അതെ, അതൊരു ഒഫീഷ്യൽ ഡിക്ലെയർ ആയിട്ട് കൂട്ടിക്കോ. ഒരു 5-6 വീടുള്ള ഒരു ഡ്രോൺ അവിടെയായിട്ട് ഞാൻ ഇത് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് നിൻ്റെ വീടല്ലെങ്കിൽ പിന്നെ നീ ഏത് വീട്ടിൽ ഇനി താമസിക്കുമെന്ന്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. പിന്നെ ഇവിടെ ഒരു ബെഞ്ച് കിടപ്പുണ്ടേ, ഞാൻ പറയാൻ വിട്ടു. ഈ ബെഞ്ചിൽ ചുമ്മാ ഇരുന്നവർക്കൊക്കെ ഇങ്ങനെ ഇരിക്കാം, ഞാൻ ഇനിയില്ലെങ്കിലും. പിന്നെ എൻ്റെ വേൾഡിൽ ഏറ്റവും വലിയ മഹത്തായ കാര്യം എന്തെന്നാൽ ആ കണ്ണാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി ഒത്തിരി ഒന്നും പറഞ്ഞില്ല. ഈ കണ്ണാണ് ഗൈസ് എൻ്റെ വീട്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ ഒരു കാട് വെട്ടി തെളിച്ചാണ് ഇതുണ്ടാക്കിയത്. ഈ സ്പ്രൂസ് മരം എനിക്കെന്താണെന്ന് അറിഞ്ഞൂടാ. BGM കേൾക്കുമ്പോൾ പേടിയാവും ഇതിൻ്റെ അകത്ത്. ഇപ്പം എന്താണെന്ന് ഇനി ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം. ഈ ഒരു ക്ലോക്കും ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഈ കണ്ണ കസേര ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. പിന്നെ ഇരിക്കുന്ന സ്റ്റൂളും ഈ ടേബിളും എല്ലാം ഞാൻ പറഞ്ഞ അനദർ ഫർണിച്ചർ മോഡിൽ വരുന്നതാണ്. ഈ കർട്ടൻ പോലും അതിൻ്റെ അകത്ത് വരും. ഈ കർട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടത്, നമ്മളിങ്ങനെ തൊട്ടാൽ മതി കേസ് ഇത് അടയാൻ തുറക്കുകയൊക്കെ ചെയ്യുമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര നല്ല സാധനമായിരുന്നു. ഇത്ര നിങ്ങളെ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇന്നാണ് മാർക്കറ്റ് പ്ലേസിൽ കയറി നോക്കിയത്. അപ്പോഴാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. പിന്നെ ഈ ബ്രെഡൊക്കെ ഞാൻ അങ്ങ് ദൂരെ പോയെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ ഇവിടുന്ന് ട്രേഡ് ചെയ്തെടുത്തതാണ്. ഇനി എൻ്റെ റൂമിൽ ഞാൻ കുറച്ച് അപ്ഡേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു ആർമർ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാനിവിടെ ഒരു ലെതർ ആർമർ വെക്കും. എന്തിനാണ് ലെതർ ആർമർ എന്ന് ചോദിച്ചാൽ, പിന്നെ ഞാൻ ഈ സാധനം പറയാൻ പറഞ്ഞുപോയി. ഈ ഒരു സാധനത്തിലാണ് ഇതെങ്ങനെയൊക്കെ ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് കിട്ടുക. ഇത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പേജ് മാറ്റാം. എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഇപ്പുറത്തോട്ട് എടുക്കാം. അതുപോലെ നമ്മളിത് ഇതിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇത് 2 വട്ടം തൊട്ട് കഴിഞ്ഞ് ഇതങ്ങ് പോകും. നമ്മുടെ കയ്യിൽ ബുക്കായിട്ട് വന്നിരുന്നോളും. അതുപോലെ ഇവിടെ വന്ന കുറച്ച് സാധനങ്ങൾ, ഈ ഒരു ലാമ്പ്, പിന്നെ എൻ്റെ ഒരു കർട്ടൻ, ഈ ലാമ്പെല്ലാം ഞാൻ മാറ്റി. ഇവിടെ ഉണ്ടായിരുന്ന ടോർച്ചെല്ലാം ഞാൻ മാറ്റി, എന്നിട്ട് ഇവിടെ ലാമ്പ് വെച്ച്.
അതുപോലൊരു സാധനമാണ് ഞാനൊരു മാപ്പ് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത്, അത് ലോക്ക്ഡ് മാപ്പ് തന്നെ അങ്ങ് അപ്ഡേറ്റ് ചെയ്ത്. ഈ കാണുന്നത് എൻ്റെ ഈ കാണുന്ന എൻ്റെ വീടാണ്. ഈ കാണുന്ന പച്ചയുള്ളത്, ഈ കാണുന്നത് എൻ്റെ ഗസ്റ്റ് ഹൗസ്. ഇത് നേരത്തെ എൻ്റെ സ്റ്റാച്ചു കൊണ്ടുവരുന്ന സ്ഥലം. ഇത് എൻ്റെ ഷീപ്പ് ഫാം. ആ സ്റ്റാച്ചു ഞാൻ ഇവിടെ ഇളക്കി മാറ്റി. ഇനി ഈ ഷീപ്പ് ഫാർം ഇരിക്കുന്നിടത്തോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടോ, അതും അല്ലെങ്കിൽ ഞാൻ വില്ലേജ് ഉണ്ടാക്കാൻ വെച്ചേക്കുന്ന ഐലൻഡിലോ ഞാനത് വെക്കും. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ദുരോഹിതന്മാരാകുന്നു. നമ്മളവന്മാരെ ഒന്നും വെറുതെ വിടരുത്. അവന്മാർ എന്നെ വെറുതെ വിടുകയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ചും കൂടി ഡിഫറൻസ് കൊണ്ടുവരേണ്ടത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഈ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഷൾക്കർ ബോക്സ്. ഇത് ഞാൻ കുറച്ച് ഒപ്പിച്ച്. പിന്നെ ഇത്ര സാധനവും ഞാൻ ഓഫ് ക്യാമറ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഈ കണ്ണ ചുറ്റിക നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫർണിച്ചർ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ വേണം നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ഇട്ടേക്കുന്ന ഈ ഒരു കസേര പോലത്തെ സാധനം കണ്ടോ, അതിൻ്റെ അകത്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറുന്നുണ്ട്. അതെ, ഇതിൻ്റെ ഡിസൈൻ മാറുന്നുണ്ട്. ഇനി ഞാൻ ഈ കസേരയിലോട്ട് നോക്കിയിട്ട് ചെയ്താലും കണ്ടോ കസേരയുടെ ഈ സാധനം പോണത്. ഇങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസ് ഈ ഒരു മോഡിഫിക്കേഷൻ കൊണ്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ എൻ്റെ വേൾഡിൽ കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കൊണ്ടുവരേണ്ടതായിരുന്നു നേരത്തെ. ഇതോ ആ കാണുന്നത് എന്താണെന്ന് മനസ്സിലായി, അതെൻ്റെ XP ഫാമാണ്. അവിടെ നിന്നേക്ക് കുറേ ഗൺ പൗഡർ കിട്ടി. അങ്ങനെ ഞാൻ ഗൺ പൗഡറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഗൺ പൗഡർ വരുന്ന വന്നേക്കുന്നുണ്ട്. ഇറക്കാൻ നീ എന്ത് ഇവിടെ ചെയ്യുന്നുണ്ട്? രാവിലെ റീസ്പോണേ പോടാ. എന്തുവായിരുന്നു? ഇവിടെ എല്ലാം ക്രീപ്പർ. എൻ്റെ വീട് ക്രീപ്പറുകൾ വശീകരിച്ച്. ഞാൻ പിടിച്ചെടുക്കട്ടെ. ഇതെന്തിനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വില്ലേജ് പണിയാനാണ് ഞാൻ ഇത്രയും റിസോഴ്സസ് ഗ്യാദർ ചെയ്തത്. അതുപോലെ എൻ്റെ ആയുധങ്ങളും ഷീൽഡും ഒന്നും എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. അതിന് കാരണം ഞാനതെല്ലാം എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ഒരു സാധനം പണിയാനായിട്ട് റിസോഴ്സസ് ഗ്യാദർ ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ ഒന്നും ഒത്തിരി ആവശ്യം വരില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ എനിക്ക് എൻ്റെ നല്ലപോലെ ആവശ്യം വരും. കാരണം ഇവിടെ ഇത്രയും പൊട്ടന്മാരുണ്ട്. അവന്മാരെല്ലാം എനിക്ക് തല്ലിക്കൊല്ലണം. അതിനായിട്ട് എനിക്ക് ഒത്തിരി മെറ്റൽസിൻ്റെ ആവശ്യം വന്നു. അതിന് വേണ്ടി ഞാനൊരു കാട് തന്നെ വെട്ടിത്തെളിച്ചെടുത്തിട്ടാണ് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നത്. അതുപോലെ ഇതിൻ്റെ അകത്തുമാണ് ആദ്യമായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് എൻ്റെ എല്ലാ സാധനങ്ങളും ഉള്ളത്, എൻ്റെ ടൂൾസ് എല്ലാം. പിന്നെ എൻ്റെ കൂടെ മൾട്ടിപ്ലെയർ കളിക്കാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത്രയും ബുക്കും ഞാൻ അവന്മാരിൽ നിന്ന് എൻചാൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. വീണ്ടും BGM. ഇവരെന്ത് തന്നെ മനുഷ്യനിങ്ങനെ പേടിപ്പിക്കുന്നത് എന്തോ. ഇത്രയും എനിക്ക് കിട്ടിയതൊരു സാധനമാണ്. പിന്നെ ഇത് 3ഉം എൻ്റെയാണ്. ഷൾക്കർ ബോക്സ് ചെയ്യാൻ അവിടെ നീക്കി വെക്കട്ടെ. ഇതെല്ലാം ഇച്ചിരി അങ്ങോട്ട് നീക്കി വെക്കണം. കാര്യം ഈ ടൂൾസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും സ്ഥാനമില്ല. അതാണ് എൻ്റെ പോളിസി. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിനൊരു ഷീൽഡ് എന്തായാലും വേണം. ഇത് നമുക്കിത് പൊട്ടിച്ച് മാറ്റാം. പിക്കാക്സ് കൊണ്ടാണ് ഇത് പൊട്ടിക്കുന്നത്. അത് തന്നെ ഒന്നുമില്ല, പിക്കാക്സ് കൊണ്ടാണ് ഇത് പൊട്ടിക്കുന്നത്, എനിക്കറിയാം. അതുപോലെ ഒരു ഷീൽഡും അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ സെറ്റ്. ഈ നെയിം ടാഗൊക്കെ ഞാൻ എൻ്റെ വില്ലേജേഴ്സിൽ നിന്ന് ട്രേഡ് ചെയ്ത് വാങ്ങിച്ചാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ തന്നെ എനിക്ക് വില്ലേജ് ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. അതിന് പകരം ഞാൻ നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഒരു വേൾഡ് ടൂർ പോലെ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ 10ാമത്തെ എപ്പിസോഡോ അല്ലെങ്കിൽ 7ഓ 6ഓ 6ാമത്തെ എപ്പിസോഡാണല്ലോ പറഞ്ഞോളൂ ഇത്. ഇനി അഥവാ 10ഓ അല്ലെങ്കിൽ 8ഓ 9ഓ ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഒരു വേൾഡ് ടൂർ നടത്തും. ആ വേൾഡ് ടൂറിലായിരിക്കും ഈ വേൾഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ പോണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത റിസോഴ്സസ് ഞാൻ കൊണ്ട് തിരിച്ചു വെച്ചിട്ട് വരാം. ഇതിൻ്റെ അകത്ത് ഞാൻ ചെറിയൊരു വേൾഡ് ടൂർ മാത്രമേ നടത്തുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കരുത്. അതിന് ഈ ഒരു സാധനം വർക്കാവണമെങ്കിൽ ഞാൻ അതിൻ്റെ മേളിൽ ചെന്ന് AFK നിൽക്കണം. അവിടെ AFK എന്നിട്ട് ഞാൻ തിരിച്ച് താഴത്ത് വന്നാൽ എല്ലാം സ്പോണാകത്തൊക്കെ ഉള്ളൂ. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ വേറെ ആരുടെ ഇത് നോക്കിയിട്ടില്ല. എൻ്റെ സ്വന്തം ഐഡിയ വെച്ചാണ് ഞാൻ ഈ കണ്ണ ബിൽഡ് എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഒത്തിരി ഞാൻ ഗ്രൈൻഡ് ചെയ്യേണ്ടി വന്നു. എക്സാം ടൈംസും കൂടി ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ എനിക്കിനി ഡെയിലി വീഡിയോസ് ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. മിക്കവാറും ഉടനെ തന്നെ ഡെയിലി വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ഇതുമാത്രമല്ല, ഞാൻ ഇവിടെയായിട്ടാണ് എൻ്റെ പോർട്ടൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കൊച്ചു തുളയ്ക്കകത്തോട്ട് എൻ്റെ വേൾഡിൽ വരുന്ന ആരും കയറി ചാടരുത്. ചാടിക്കഴിഞ്ഞാൽ എൻ്റെ പോർട്ടലിൽ ചെല്ലും. അങ്ങനെ എൻ്റെ പോർട്ടൽ ഉണ്ടാക്കിയതും ഒന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അത് കാരണമാണ്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. റെക്കോർഡ് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ ഒരു സ്റ്റാർട്ടർ ഫാം എന്ന നിലയ്ക്ക് എൻ്റെ വീടിൻ്റെ പുറകെ കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒരു കൊച്ചു ഐഡിയ കൂടിയുണ്ട് ഗൈസ്. അതായത് ഈ കാണുന്നൊരു ഇത്രയും പ്ലാറ്റ്ഫോം മാറ്റിയിട്ട് ഇവിടെ ഒരു കൊച്ചു ഗുഹ പണിയാം താഴത്തോട്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് എനിക്ക് പെറ്റോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതിനെ അതിൻ്റെ അകത്തോട്ട് കൊണ്ടിടുക. പിന്നെ ഉടനെ ഞാനൊരു വോൾഫിനെ ടൈം ചെയ്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നതായിരിക്കും. ഒരു തത്തേനെ, എനിക്ക് തത്തേനെ വലിയ ഇഷ്ടം. ഞാൻ അതിന് ദേവദത്ത് എന്ന് പേരും കൊടുക്കും. നല്ല പേരാണെന്ന് എനിക്കറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായ പേര്.
അതുകൊണ്ട് ഞാൻ ദേവദത്തം എന്ന് തന്നെ പേര് കൊടുക്കും. പട്ടിയുടെ പേര് സീക്രട്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരും. ഇതെൻ്റെ കുഞ്ഞി ഫാം. എല്ലാവരുടെയും ഒരു ഭംഗിക്കൊരു ഫാം വേണ്ടേ. പിന്നെ ഈ ഒരു ചെറി മൊത്തം ഞാൻ സ്പ്രൂസ് വെട്ടാൻ പോയപ്പോൾ കിട്ടിയതാണ്. അതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു ബീഹൈവും ക്രാഫ്റ്റ് ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്നവന്മാരെ ഞാൻ ഇതിനകത്ത് പിടിച്ചിട്ട്. പക്ഷേ ഇതെങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചുമ്മാ കണ്ടപ്പോഴത്തേക്കും ഞാൻ അങ്ങ് എടുത്തിട്ട്. എനിക്ക് ശരിക്കും അങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് മര്യാദക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതെങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരിക. അതുപോലെ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവിടെ ഒന്ന് പോയി നിങ്ങളെ കാണിച്ചു തരാം. അവിടെ ഞാൻ പിന്നെ ഒരു സാധനം ചെയ്തേക്കുന്നതാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇതുവഴി പോകാൻ ഇച്ചിരി ടാസ്ക്കാണ്. കാര്യം അതിന് ഇങ്ങോട്ട് നീളമില്ല. അത് അവിടെ ഒരു ബെഡും ഞാൻ വെച്ചിട്ടുണ്ട്. ആ ബെഡ് ഞാൻ അവിടെ വെച്ച് മറന്നുപോയതാണ്. അവിടെ വരെ ചെന്ന് ഞാൻ ചത്തില്ലെങ്കിൽ നിങ്ങളെ കാണാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ ഒരു ബോട്ട് അവിടെ കൊണ്ടൊരു ബോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ബോട്ട് എടുത്തുകൊണ്ട് വരാം. ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനില്ല. ഞാൻ തിരിച്ചരം കഷ്ടപ്പെടുന്നു. അയ്യോ 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 ഡ്രോണൊക്കെ ഉള്ളത് ഞാൻ ചത്തു. അയ്യോ അയ്യോ ഗൈസ് മഴക്കാറുണ്ടെന്ന് തോന്നുന്നല്ല. എനിക്ക് കയറാൻ പറ്റുന്നില്ല ഗൈസ്. ബ്ലോക്കും എടുത്തില്ല ടെമ്പററി ആയിട്ട്. ഞാൻ തന്നെ നഷ്ടപ്പെടുന്നത്. അങ്ങ് പൊട്ടിച്ചോളാം പോരെ. എൻ്റെ എഫിഷ്യൻസി ഉണ്ടോ ഗൈസ്? തൊടലിന് ഇതെല്ലാം അങ്ങ് പോയി. എൻ്റെ എഫിഷ്യൻസിയുടെ പവറേ നിങ്ങൾ കരുതണവരൊന്നുമല്ല. മുടിഞ്ഞോറ് എന്ത് രാവിലെ രാത്രി ആവുന്നൊന്നുമില്ലല്ലോ. രാവിലെ ആവുന്നില്ലല്ലോ. നമുക്കിത് അവിടെയാണ് പോകേണ്ടത്. ഗൈസ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ലാൻഡാവുന്നത്. അല്ലെങ്കിൽ ഞാൻ പലയിടത്ത് ഇടിച്ചാണ് ചാവാറ്. അത് പതിവായിരുന്നു എനിക്ക്. എനിക്ക് ഏത് ഐലൻഡിലോട്ട് കൊണ്ട് ഐലൻഡല്ലല്ലോ പറഞ്ഞ പോലെ. നമ്മൾ ഈ ബോട്ട് എടുക്കുക. ഇത് ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ബോട്ടാണ് ഇതിൻ്റെ അത് കൺട്രോൾ ചെയ്യാൻ നല്ല പാട്. എനിക്കിത് വലിയ കോടിക്ക് അറിയത്തില്ല. മൈൻക്രാഫ്റ്റ് ദൈവം എന്നാണ് പറയുന്നതല്ല ആണ്. അത് വേറെ കാര്യം. ഇത് ഗൈസ് ഞാൻ മൈൻക്രാഫ്റ്റ് ദൈവമാണ്. പിന്നെ നമുക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ് നമ്മുടെ മാഡ് ഗെയിമർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ. അയാൾക്ക് ഭയങ്കര വിഷമമാണ്. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം. അടിച്ച് കയറി വാ എന്ന് പറയുന്ന തൊട്ട് അടിച്ച് കയറി ചെന്ന് സബ്സ്ക്രൈബ് ചെയ്തോണം. ഒന്നും വെച്ച് അവനെ കയറി അടിക്കരുത്. ഒരു വട്ടം ബെല്ലേക്കാൻ കുത്തിപ്പൊളിക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ പിസ്റ്റൻ്റെ ഒച്ച കേൾക്കുന്നില്ലെന്ന് എനിക്കറിയാൻ. കാര്യം ഞാൻ ബ്ലൂടൂത്ത് വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒച്ച കേൾക്കത്തില്ല. പക്ഷെ എനിക്കിവിടെ ഒച്ച കേൾക്കാം. ഇതെൻ്റെ ഷുഗർ കെയിൻ ഫാമാണ് ഗൈസ്. ഇതിൻ്റെ മണ്ടക്കോട്ട് കയറാൻ വേറെ രക്ഷയൊന്നുമില്ല. ഞാൻ എലിവേറ്റർ വെച്ച് പറന്നാണ് പോണത്. പറന്ന് അങ്ങ് ദൂരെ ചെന്നിട്ട് ഇവിടുന്ന് എൻ്റർപേൾ എറിഞ്ഞ് എൻ്റെ മണ്ടക്ക് വരും. എന്നിട്ടാണ് ഞാൻ ചെയ്യണത്. ഇതാണ് എൻ്റെ ഇത്. ഇവിടെ ഇട്ട് എനിക്ക് കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. ഇത്രയും പേപ്പർ ഞാൻ ആ ഷുഗർ കെയിൻ ഫാമിൽ നിന്നും ഈ 2 ഗൺ പൗഡർ എടുത്ത്. അതിൻ്റെ അകത്ത് 3 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ റോക്കറ്റ് ഉണ്ടാക്കാൻ എടുത്തായിരുന്നു. അത് കാരണമാണ് കുറവ്. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിത് ഈ ഒരു വീണ്ടും എൻ്റെ വേൾഡിലോട്ട് തന്നെ പോകാം. ഇത് ഒത്തിരി ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയത്തില്ല. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ല പ്രത്യേകിച്ച്. എനിക്ക് തോന്നുന്നത് ഞാൻ 7ാമത്തെ അടുത്ത എപ്പിസോഡ് തൊട്ടായിരിക്കും എൻ്റെ വില്ലേജിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അതിന് വേണ്ടി ഞാൻ കുറേ വില്ലേജസ് നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ഞാൻ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു വില്ലേജറിനെ എന്തെയോ ദാക്ഷിണ്യം ഇല്ലാണ്ട് ഞാൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ ആ വില്ലേജിൽ കൊണ്ടിടും. KGF പണി ഞാൻ. അതാണ് ഗൈസ് ഞാൻ. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഗെയിമിലെന്ന് വെച്ചാൽ വിറയ്ക്കണം. നമ്മൾ ഡ്രോണൊക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് വരും ഗൈസ്. അപ്പോൾ ഗൈസ് എനിക്ക് ഈ വീഡിയോ എൻ്റെ ആക്കണോ വേണ്ടിയോ എന്ന് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇത് എൻ്റെ ആക്കിയാലോ എന്ന് ആലോചിക്കുക. അപ്പം നമുക്ക് ഈ തുടങ്ങിയത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചല്ലേ. അപ്പോൾ എൻ്റെ ആക്കണത് ആ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാവാം. ഞാൻ വീണുണ്ട്. ഇതാണ് എൻ്റെ പ്രശ്നം. ലാഗ് ഉണ്ടല്ലോ ഗൈസ് എൻ്റെ വീട്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബ്രെഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ആവശ്യത്തിന്. ഞാൻ ഇനി ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുക. ഇനി ഞാൻ വ്യൂ മാറ്റിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ ചിലപ്പോൾ എൻ്റെ വില്ലേജിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്കൊന്ന് മൾട്ടിപ്ലെയർ കളിക്കണമെന്നുണ്ട്. എൻ്റെ കൂടെ കളിക്കേണ്ടവർ അവരുടെ പേരൊന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ട് എത്ര മണിക്ക് കയറാമെന്നും കൂടി എന്നോട് കമൻറ്റ് ചെയ്തേക്കണം. ഞാൻ ആ ടൈമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വേൾഡിൽ കളിക്കാം. അറിയാൻ പാടില്ലാത്തവർ അറിയണ്ട, ഓടിക്കോ. അത്ര എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഞാൻ ആദ്യമേ പറഞ്ഞ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് കാണില്ലെന്ന്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ക്രാഷായി പോകും. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. എങ്കിൽ ശരി. പിന്നെ ഇതിൻ്റെ അകത്തൊരു പേൽ ഗാർഡൻ അപ്ഡേറ്റും കൂടി വരുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചു. പേൽ ഗാർഡൻ അപ്ഡേറ്റ് പുതിയൊരു മോബും വരും. ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ പോയി മോഞ്ചായുടെ സ്റ്റുഡിയോയിൽ കയറി നോക്ക്. അല്ലെങ്കിൽ ഒരു സെർവറുണ്ട് മൈൻക്രാഫ്റ്റിന്. ഇപ്പോൾ ഒരു സെർവർ കിടപ്പുണ്ട്. നിങ്ങൾ സിഗ്നിൻ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ചെല്ലുക. ആ സെർവറിൽ കയറുക. എന്തൊക്കെ വരുമെന്ന് പഠിക്കുക. ഞാൻ അതിൻ്റെ അകത്ത് പോയി കയറിയരുത്. ഞാൻ ആരെങ്കിലും സെർവറിൽ കയറുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക. ഞാനും ആ സെർവറിൽ വരാം. ഞാൻ സെർവറിൽ ഓൾറെഡി കയറിയായിരുന്നു. എൻ്റെ പേര് നെക്സ്റ്റാ ഗെയിമിംഗ്. ഞാൻ എൻ്റെ പേരൊന്ന് നോക്കിക്കോട്ടെ. നെക്സ്റ്റാ ഗെയിമിംഗ് 25 അങ്ങനെയാണ് ഞാൻ ഇട്ടേക്കണത്. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്താൽ എൻ്റെ ഒരു ഡയമണ്ടിൻ്റെ പടമുള്ള പ്രൊഫൈൽ വരും. എന്നിട്ട് നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആഡ് ഫ്രണ്ട് കൊടുക്കുക. മനസ്സിലായല്ലോ.
പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.